ആലപ്പുഴയിൽ ചവിട്ടുനാടകത്തിനും ഒരു മ്യൂസിയം ജോസഫ് അച്ഛൻ തയ്യാറാക്കിയതും അതും ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചവിട്ട് നാടക കഥാപാത്രങ്ങൾ അച്ഛൻ പറയും. പക്ഷെ അതിൽ മുമ്പ് അച്ഛൻ ഇത് ചവിട്ട് നാടകത്തിൽ ഇല്ലല്ലോ, ഇത് നമ്മുടെ കൂടിയാട്ടമല്ലേ, ഇതെന്താ ഇവിടെ? അതായത് ഈ സബീന റാഫി ആണ് ഇത് ആദ്യം ട്രൈസ് ഔട്ട് ചെയ്തത്. സബീന റാഫി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ സബീന റാഫിക്ക് മനസ്സിലായ വിഷയം ചവിട്ടുനാടകമൊക്കെ പങ്കുപറ്റുന്ന ഒരു കോമൺ തറവാടുണ്ട്, പൊതു തറവാടുണ്ട്. അത് നമ്മുടെ നാട്യശാസ്ത്ര പ്രകാരമുള്ള കൂടിയാട്ടത്തിൽ നിന്നാണ്. ഇത് ലോകപൈതൃകമാണല്ലോ. കാര്യം ഇത് എത്രയോ വർഷം, 10,000-3000 വർഷം പഴക്കമുള്ളതാണ് കൂടിയാട്ടം. നമ്മളെ അതായത് ഇതേ സമയം തന്നെ വാക്കും അതുപോലെ തന്നെ പാട്ടും അതേസമയം തന്നെ അഭിനയവും എല്ലാം കൂടി വരുന്നൊരു ആട്ടമാണല്ലോ ഇത്. അപ്പം കൂടിയാട്ടത്തിൽ നിന്നാണ് പിന്നീട് ചവിട്ടുനാടകവും കഥകളിയും ഭരതനാട്യം എല്ലാം വരണത് ഈ ഒരു ഒറ്റക്കല. അതുകൊണ്ട് ഇതിവിടെ വെച്ച് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സംസ്കാരവുമായിട്ട് ഇതൊരു ചവിട്ടുനാടകം ഒരു ഫോറിൻ കലയാണെന്നുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി തന്നെയാണ് കൂടിയാട്ടം ആദ്യം വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോ എന്നെ ഹഠാത് ആകർഷിച്ച ഒരു കഥ, എനിക്കിതങ്ങ് വേഷം കെട്ടിയാലെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് നായകനാണോ? ഇതാണ് കാറൽസ്മാൻ. ആ വലിയ ഒരു അരോഗ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യൻ. അച്ഛാ, ഈ കാറൽസ്മാനെ നമ്മൾ എപ്പം ചവിട്ടുനാടകം എന്ന് കേട്ടാൽ തോന്നുന്നതും അല്ല ആദ്യം പറയുന്നതുമായിട്ടുള്ള ആദ്യത്തെ കഥ എന്ന് പറയുന്നത് കാറൽസ്മാനാണ്. ഇപ്പൊ അച്ഛനും തൊട്ടു മുമ്പ് പറഞ്ഞു, അവിടെ നമ്മൾ കണ്ട വിശുദ്ധന്മാരുടെ അവിടെയും കാറൽസ്മാന്റെ സെയിന്റ് ജേക്കബ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളൊരു എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് റോളണ്ടിന്റെ കഥയാണ്, റോളന്തോന്റെ കഥയാണ്. ഇപ്പൊ റോളണ്ടിനെ കുറിച്ച് ഒരു ഭയങ്കരമായിട്ടൊരു എപ്പിക്ക് അവരുടെ കയ്യിലുണ്ട്, യൂറോപ്യൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവർ ശാസ്ത്രഗീരിൻ്റെ കഥ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അവരിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകൾ, ഇവിടുത്തെ താണ്ഡവ നൃത്തപ്രകാരമുള്ള സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ അവരുടെ കോസ്റ്റ്യൂംസ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പ്രമേയം ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ജനങ്ങൾക്കാണെങ്കിൽ ഈ നമ്മുടെ നൂറ്റാണ്ട് യുദ്ധം കഴിഞ്ഞില്ലേ, 10-ാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ കളരികളെല്ലാം നൂറ്റാണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ ഡിസൻറ്റഗ്രേഷൻ സംഭവിച്ചല്ല. ഡിസൻറ്റഗ്രേഷൻ സംഭവിച്ചുകൊണ്ട് കളരികൾ അവനവൻ നിലനിൽക്കുന്നതിന് നാട്ടുരാജ്യങ്ങളുടെ എണ്ണം കൂടി. നാട്ടുരാജ്യങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധത്തിൽ തന്നെ അവർ നിലനിൽപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കളരികളായിരുന്നു. അപ്പോൾ കളരി എന്ന് പറയുന്നത് ഒരു സാർവജനിക കേരളത്തിൻ്റെ ഒരു 14-15 നൂറ്റാണ്ടുകളൊക്കെ നമ്മൾ കളരികളുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ്. അപ്പോൾ അതാണ് ടേസ്റ്റ് ജനങ്ങളുടെ അന്നത്തെ. അതുകൊണ്ട് കളരിയില്ലാത്ത ഒരു പരിപാടിക്കും ജനങ്ങളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ അഭിരുചികളെ തൃപ്തിപ്പെടുത്തുക. പിന്നെ കാണികളും ഏതാണ്ട് അതേ രുചികളാണ്. അങ്കക്കലി കൊണ്ട് നിൽക്കുന്ന ആൾക്കാണ് അങ്കക്കലീൻ്റെ ഉണ്ടല്ലോ. അപ്പം വീരരസമുണ്ട്. അപ്പം ഇതിനൊക്കെ ഏറ്റവും നല്ലത് യുദ്ധവീരമുള്ള കാറൽസ്മാനാണ്. ഈ അച്ഛൻ്റെ വിജ്ഞാനകോശത്തിൽ എനിക്ക് തോന്നുന്നു ഈ കഥകളെല്ലാം, പ്രത്യേകിച്ച് കാറൽസ്മാന്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നാടകം എന്നുള്ള രീതിയിൽ തന്നെ പ്രതിപാദിച്ചുകൊണ്ട് അവരുടെ വേഷങ്ങളാണ്. ഈ വേഷങ്ങളാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെയാ വെച്ചാൽ ഒരു കലാകാരൻ ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം ഓർക്കുന്നത്. ഒരു നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ. അത് 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇടുന്നവരുണ്ട്. അത് കളിക്കുമ്പോൾ ശരിക്കും വേർക്കുകയും ചെയ്യും. ഭയങ്കര ട്രോജഡിയാണ്. ട്രയല്ല, ഭയങ്കര ടോർച്ചറിങ് ആണ്. സെൽഫ് ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല ശരിക്കും ഉണ്ടാകും. നല്ല പെയിൻ എടുത്ത് കളിക്കാൻ പറ്റാത്തവർക്ക്, മനസ്സില്ലാത്തവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ വേഷങ്ങളെക്കുറിച്ചും ഇവരുടെ സ്വഭാവ സവിശേഷത, ഈ വേഷത്തിന്റെ സ്വഭാവ സവിശേഷത, ഈ ക്യാരക്ടറിന്റെ സ്വഭാവ സവിശേഷത എല്ലാം അച്ഛൻ അതായത് ഇവരുടെ ക്യാരക്ടർ, ഇവരുടെ ചരിത്രം, ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്ന സംഗീതം, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മുറകള്, ഇതിൻ്റെ അകത്ത് ഒരു രംഗങ്ങള്, ഇതെല്ലാം വിജ്ഞാനകോശത്തിലുണ്ട്. ഇതിൽ മുത്തുമണികൾ എന്ത് രസമാണെന്നറിയാമോ? നമുക്ക് എടുത്തിട്ട് നമ്മൾ ഈ രാജാപ്പാർട്ട് എന്ന് പറയില്ലേ? ആ രാജാപ്പാർട്ടാണ് അല്ലേ? അങ്ങനെ വേണേ പറയാം, രാജാപ്പാർട്ട്. അത് രാജകീയമായ. പിന്നെ രാജാപ്പാട്ടിനെ സംബന്ധിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു ആഢ്യതയുണ്ട്. മൂവ്മെന്റ്സ് പോലും റോയൽ ആയിരിക്കും, നോബിൾ ആയിരിക്കും. ഇതൊരു നോബിൾ ക്യാരക്ടറാണ്. തൊട്ടപ്പുറത്തേക്ക് വന്നാൽ ഇതാരാണ്? ഇതാണ് റോളണ്ട്. ആ, ഈ ഒർലാൻഡോ ഫുറീസിയോ എന്നും പറഞ്ഞുള്ള ഇറ്റാലിയൻ ഒരു ഒപ്പറയുണ്ട്. അതിൽ നിന്നാണ് ഇവര് പിന്നീട് റോളണ്ടിന്റെ കഥ എടുക്കുന്നത്.
കാറസ്മാൻ രാജാവിന്റെ മുഖ്യ സൈന്യാധിപനാണ് ഇങ്ങേര്. ഓഹോ. ഇങ്ങയുടെ പേര് നാടകമുണ്ട്, കുച്ചിന്റെ റോൾദോർ എന്ന് പറഞ്ഞ ഇങ്ങയുടെ പേര് നാടകമുണ്ട്. കാറസ്മാൻ നാടകത്തിന്റെ ഓരോരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഓരോരോ നാടകങ്ങളുണ്ട്. അത്രയും ബൃഹത്തായ കറസ്മാന്റെ നാടകങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. 4-5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അനേകം കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങളാണ് അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന് കഴിഞ്ഞ് നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡമ്മി വാങ്ങിച്ചിട്ട് ഡ്രസ് ഇട്ടിരിക്കുകയാണ്. ആൾക്കാരെ കല പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടി, പിള്ളേരെ പഠിപ്പിക്കാൻ. രാജകുമാരിയാണ് ഇത്. ഇതാണ് ബ്രിജീന രാജ്ഞി. ബ്രിജീന ചരിത്രത്തിന് മറ്റൊരു വേറെ ഇങ്ങോട്ട് മാറി. നമ്മളിപ്പോ നമ്മളവിടെ വീരരസപ്രധാനമുള്ള നാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ ഭക്തിരസപ്രധാനം വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ചിന്നത്തമ്പി അണ്ണാവി നൽകിയിരിക്കുന്ന ബ്രിജീന ചരിത്രം. ഇവര് ഒരു കുടുംബജീവിതത്തിന്റെയും ഒരു രാജവാഴ്ചകളുടെയും അകത്തളങ്ങളിലുണ്ടാകുന്ന ആന്തരിക സംഘർഷങ്ങളെ ഒരു വിശ്വാസം, സ്വന്തം ഈശ്വര വിശ്വാസം കൊണ്ട് എങ്ങനെയാണ് പ്രതിരോധിക്കുന്ന രീതിയിൽ ഇവർ വിശ്വാസത്തിന്റെ ഒരു സെൽഫ് മാർട്ടയറാണ് ഇവര്. ഒരുപക്ഷെ ഉരുക്കു വനിത എന്ന് വേണേ പറയാം. പല പ്രതിസന്ധികൾ, പല പഴികളും കേട്ടിട്ടും ആള് അല്ലെ തെറ്റിലേക്ക് ഒന്നും പോകാതെ നന്മയുടെ പാതയിൽ ഇയാൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, സ്വന്തം ഭർത്താവിനാൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ടിരിക്കണം. ഒറ്റക്ക് നിൽക്കുമ്പോഴും ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. ഭയങ്കര കഥാപാത്രമാണ്. അപ്പം വീരരസ കഥയായ അതെങ്കിൽ ഇത് ഭക്തിരസമാർന്ന കഥയാണ്. തൊട്ടപ്പുറത്ത് അയ്യോ ഇതിപ്പോ എന്നെ എന്താ പറയാ, ഞാൻ യുദ്ധത്തിന് റെഡി ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. ഇത് കാറസ്മാൻ നാടകത്തിലെ വില്ലനാണ്. ഇതാണ് പക്ഷെ നാടകം എഴുതിയപ്പോ കാറസ്മാൻ നാടകത്തെക്കാൾ പ്രശോഭിതനാണ് അവതർമാന്റെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ അവതർമാന്റെ നടത്തരൂ അല്ലെങ്കിൽ അത് പ്രവേശനത്തരൂ എന്നൊക്കെ പറയണത് ജനം കൈയട്ടിച്ച് മരിക്കും. അതിന്റെ കാര്യം സത്യസന്ധത. അത് എഴുതിയിരിക്കുന്ന ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇതൊരു മുസ്ലിം കഥാപാത്രമാണെങ്കിലും ഇതിനെ ഉയർത്തിയാണ് കഥയിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ട് ഇങ്ങേർക്ക് അവരുടെ ഈ കാറസ്മാന്റെ ഒപ്പം തന്നെ പവർ അവതർമാനുണ്ട്. തുർക്ക് രാജാവാ. ഒരു പക്ഷേ പിന്നീട് ഫ്രാൻസ് രാജാവ്. ഒരു പക്ഷേ വേണമെങ്കിൽ ഈ അവതർമാനെ മാത്രം എടുത്തോണ്ട് ഒരു മുസ്ലിം കഥയായിട്ട് തീർച്ചയായിട്ടും അവതരിപ്പിക്കാം. അവരുടെ ചെറുത്ത് നിൽപ്പും അല്ലെങ്കിൽ അവരുടെ ഉച്ചശിവന്റെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല താണ്ഡവം ശരിക്കും ഉള്ളതാണ് ഈ അവതർമാരെ. ഒരുപക്ഷെ നായകനേക്കാൾ ഇഷ്ടപ്പെടുന്ന വില്ലൻ. പക്ഷെ വില്ലൻ കഥയിലേ ഉള്ളൂ. പക്ഷെ നമുക്കിത് എന്താ പറയാ, ഇതൊരു സൂപ്പർ താരമാണ്. ഇതിന്റെയും വേഷങ്ങൾ ഓരോത്തിനും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷമാണ് അല്ലേ അച്ഛാ? ഈ ശരിക്കും പറഞ്ഞ ഇതിനേക്കാളും ബെറ്ററായിട്ട് വേഷങ്ങള് കളരൂപത്തിലുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു വേഷം, ഒരു കഥാപാത്രത്തിന് മുടക്കുന്ന മുതൽ മുടക്ക് എത്രത്തോളം വരും അത് അച്ഛൻ വിജ്ഞാനകോശത്തിൽ രേഖപ്പെടുത്തും. നല്ല ശരിക്കും ഞാൻ എല്ലാത്ത എക്സ്പെൻഡിച്ചർ എല്ലാം ഓരോ പ്ലേ എന്തുകൊണ്ടാണ് ഈ കാലത്ത് കൈമാറുന്നതിന് വേണ്ടി ഭാരപ്പെട്ടതായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ലൈറ്റ് വെയിറ്റ് ആക്കിയത്. മാക്സിമം പൈസ കുറച്ചിട്ട്. പക്ഷെ ഇതിനൊക്കെ നല്ല, എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പൈസ കുറക്കാൻ പറ്റത്തില്ല. കിരീടത്തിന് കിരീടം വേണം, ഉടുപ്പിന് ഉടുപ്പ് വേണം. ഉടുപ്പിനൊക്കെ 60,000 രൂപയൊക്കെ വരും. ഒരുപക്ഷെ അവിടെയാണ് അച്ഛൻ പറഞ്ഞ ആ സ്പോൺസേഴ്സിന്റെ വലിയൊരു വില അവിടേക്ക് വരും. തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ വേഷം നല്ലതാണെങ്കിലും മുഖം നോക്കുമ്പോൾ കുറച്ചൊന്ന് പേടിച്ചു പോച്ചാ. ഇതിനത്തെ വിഷയത്തില് ഇത് കാറസ്മാൻ നാടകത്തിൽ തന്നെ ഈ അവതർമാന്റെ അടുത്താണ് ഇതിനെ വെച്ചിരിക്കുന്നത്. കാര്യം അവതർമാന്റെ ഒരു പ്രവിശ്യ തലവരാണ് ഇങ്ങേര്. തൊയാക്ലേൻ എന്ന് പറയുന്നത് രാക്ഷസനാണ്. ഇയാളൊരു ഭയങ്കര രണ്ട് കരളൊരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇവരൊക്കെ ആശാന്മാരൊക്കെ ഇത് പറയുമ്പോൾ പറയണത് ഇയാളെ കീഴ്പ്പെടുത്താൻ പാടാണ്. ഇയാൾ നീർക്കുതിരയെ പോലെ ഒരു മനുഷ്യൻ എന്നാ പറയുന്നത്. വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ ആവി പറക്കുമെന്ന് പറഞ്ഞു. അത്രയും സ്വഭാവമാണ്, അത് കിരാതമായ സ്വഭാവമാണ് ഇയാൾ. അപ്പൊ ഇയാളുമായിട്ട് റോളുദ്വൻ യുദ്ധത്തിനുണ്ട്. ഭയങ്കര സീനാണ് ഇവർ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. അത് ഇയാളെ കൊല്ലും, പക്ഷെ എന്നാലും നമ്മള് കൊന്നാലും ആൾക്കാർ ഇയാളെ കൂടെ നിൽക്കത്തുള്ളൂ. ചവിട്ടുനാടത്തിൽ വന്നു വില്ലന്മാരെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ. കാര്യം ആരാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഒരു വേഷത്തിനൊക്കെ തൊട്ടപ്പുറത്തേക്ക് വരുമോ മറ്റൊരു ഇതുപോലെ തന്നെ ഇത് ഡമ്മി വാങ്ങിച്ച് ചെയ്തതാണ്. ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. ഇത് ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞ കഥ. അതായത് ഇതിന്റെ സ്കൂൾ, അതായത് ചവിട്ടുനാടകം കടന്നു വന്നപ്പോഴേ ഇതിൻ്റെ ഓരോ സ്കൂളുണ്ടല്ലോ. അതായത് ആദ്യം
ആദ്യം വീരരസപ്രധാനമായിട്ടുള്ള യുദ്ധവീരം, പിന്നീട് പത്തി പ്രസ്ഥാനം വന്നിരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്നത് ഇത് ജ്ഞാനസുന്ദരിയാണ്. ജ്ഞാനസുന്ദരി എന്ന് വെച്ചാൽ തമിഴ് നാടകങ്ങൾ ഇവിടെ ഒത്തിരിയേറെ അരങ്ങേറിയിട്ടുണ്ട്. ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഉണ്ട് പണ്ട്. അപ്പം ആ ജ്ഞാനസുന്ദരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ പ്രിജിന നാടകത്തിൻ്റെ തന്നെ ഒരു നാട്ടുപതിപ്പ്. പ്രിജിന നാടകം ഒരു ഫോറിൻ നാടകമല്ലേ? അതിൻ്റെ തന്നെ ഒരു നമ്മുടെ പ്രാദേശിക പതിപ്പാണ് ജ്ഞാനസുന്ദരി എന്ന് പറയുന്നത്. ഇപ്പം ജ്ഞാനസുന്ദരി എന്ന് മലയാളത്തിൽ ഇപ്പം ചവിട്ട് നാടകമുണ്ട്. കഥകളൊക്കെ ഏറെക്കുറെ സെയിമായിട്ടൊക്കെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മളുടെ നാട്ടുപതിപ്പിലേക്ക് വരുമ്പോഴും വേഷത്തിൽ നമ്മുടെ നാടിന്റെ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കോംപ്രമൈസ് ചെയ്ത ആൾക്കാർ സമ്മതിക്കത്തില്ല. അതാണ് വിഷയം. തൊട്ടപ്പുറത്ത് ഞാൻ നോക്കിയിട്ട് ഇതൊരു വലിയ വലിപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. ഒരു 7 അടി അടുത്ത്. ഇതാരാണ്? ഇയാളെന്ന് വെച്ചാല് ദാവീദും ഗോലിയാത്തിലും ഗോലിയാത്താണ്. മറ്റേ കവണ വെച്ച് കല്ല് വെച്ച് കീഴ്പ്പെടുത്തുന്നത്. അതായത് ദാവീദ് നാടകം എന്നും പറഞ്ഞുകൊണ്ട്, ദാവീദ് വിജയം എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാടകമുണ്ട്. അപ്പൊ അത് നോക്കിയേ, സ്കൂൾ വരണ കണ്ടില്ലേ? അതായത് കാറസ്മാൻ കഴിഞ്ഞിട്ട് പിന്നീട് പത്തിപ്രസ്ഥാനം വന്നിട്ട് ജ്ഞാനസുന്ദരി വന്ന്, ജ്ഞാനസുന്ദരി കഴിയുമ്പോഴത്തേനെ വെച്ചിരിക്കുന്നത് ബൈബിൾ നാടകമാണ്. ബൈബിൾ നാടകവും ദാവീദ് വിജയം എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് നാടകമുണ്ട്. അതുപോലെ തന്നെ ദാവീദും ഗോലിയാത്ത് എന്നും നാടകമുണ്ട്. അപ്പം അതിൻ്റെ തന്നെ ഗോലിയാത്തിൻ്റെ വേഷമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വേഷത്തിന് കോംപ്രമൈസ് ഇല്ല, എന്നാലും കുറച്ച് കളറിങ് മാറി. ഇപ്പം നമ്മൾ ചെണ്ടേത് രുദ്രവാദ്യം എന്ന് പറഞ്ഞ പോലെ കളറിൽ വ്യത്യാസം വന്നിക്കാണ്ടല്ലേ. തൊട്ടപ്പുറത്ത് മറ്റൊരു മാലാഖയെ പോലൊരാളുണ്ട്. മാലാഖയാണോ അത്? മാലാഖയാണ്. മാലാഖ അതായത് മലച്ചിറക് വെച്ചിട്ടുണ്ടല്ലോ, മാലാഖയെ പോലെ ഉണ്ട്. അത് മാലാഖ ഒരു കഥാപാത്രമാണ്. കാര്യം ഈ ഒരു ഫിക്ഷൻ മലാഖയെ കുറിച്ചുള്ള ഒരു നാടക സങ്കല്പം എന്നൊക്കെ പറയണത് ശരിക്കും ക്രിസ്ത്യൻ ട്രഡീഷനിൽ നിന്നാണ് ഈ മലക്ക് അങ്ങനെ. അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ ഹീബ്രൂസിൻ്റെ ഒക്കെ ഒരു ട്രഡീഷൻ, ഒരു സാംസ്കാരിക മത ട്രഡീഷനിൽ നിന്നാണ് മാലാഖ വരുന്നത്. അപ്പോൾ മാലാഖ പലപ്പോഴും ഈ ബ്രിജിന നാടകത്തിൽ മാലാഖയുണ്ട്, കാറസ്മാൻ നാടകത്തിൽ മാലാഖയുണ്ട്. അതുകൊണ്ടൊരു കഥാപാത്രമായതുകൊണ്ടാണ് ഇവിടെ മാലാഖയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്.